ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫെസ്റ്റീവ് കളക്ഷൻ തന്നെയാണ് കേട്ടോ. ക്രിസ്മസ് കളക്ഷനോ ന്യൂ ഇയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഫെസ്റ്റീവ് സീസണാണല്ലോ, വെഡ്ഡിങ് സീസണൊക്കെയാണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള നമുക്ക് ചർച്ച് വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടും അല്ലാതെയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ ഇത് കുറേ കളേഴ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാരീസാണ് കേട്ടോ ഇന്ന് വരുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. എല്ലാം കൂടെ ഞാനിപ്പോൾ ടേബിളിൽ എടുത്ത് വെച്ചിട്ടില്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്പർ കൂട്ടി നിങ്ങൾ എൻക്വയറി ചെയ്യണേ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമ്പർ 1 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്കി കോട്ടയിൽ വരുന്ന കണ്ടോ ഫുൽക്കാരിയിൽ വരുന്ന സാരീസാണ് കേട്ടോ. നല്ല എംബ്രോയിഡറി ആണ്, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. എലഗൻ സാരീസാണ്. അത് ഉടുത്ത് വരുമ്പോൾ ഗ്രാൻഡ് ലുക്കായിരിക്കും, ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അതിലിതാ ഇതേപോലെയാണ് കേട്ടോ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് 4 സൈഡിലും വന്നിട്ടുള്ളത്. കണ്ടോ, ഇതാണ് പല്ലു പോർഷൻ. പല്ലു ഇങ്ങനെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. കണ്ടോ, നല്ലൊരു സിൽക്കി കോട്ട മെറ്റീരിയൽ, ഇതേപോലെ ഫുൽക്കാരി വർക്കാണ് വന്നിട്ടുള്ളത്. അതിൽ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറിയാണ് വരുന്നത്. നോർമലായിട്ട് ഫുൽക്കാരിക്ക് വരുമ്പോൾ ആ ഒരു വർക്ക് വരുമ്പോൾ ഇത്തിരി ഒരു ഹെവിനെസ് വരും സാരിക്ക്. അത് ആ സാരി അങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് അത് ഉടുക്കുമ്പോഴും. അത് വാങ്ങിക്കുന്നവർക്കും അറിയാം, അതിന് ഒരു അത്യാവശ്യം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കില്ല. പക്ഷേ ഇത് താരതമ്യേന അത്ര ഒരു ഹെവിനെസ് ഇല്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമായിരിക്കും. നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ. ഇനി ഇതിൻ്റെ എംബ്രോയിഡറിയുടെ ഒരു കളർ ചേഞ്ചസ് ആണ് വരുന്നത്. ഇതേപോലെയാണ് കണ്ടോ. നമ്മളൊന്ന് ഭാവനയിൽ നോക്കിയാൽ മതി, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഉടുത്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നു. നല്ല ഭംഗിയായിരിക്കും. 1 ലെയറിലായിട്ടാലും ഞൊറിഞ്ഞുടുത്താലും ഒക്കെ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുൾക്കാരി സാരീസൊക്കെ എല്ലാം സോൾഡ് ഔട്ടായി, നമ്മുടെ ക്രിസ്മസ് കളക്ഷനൊക്കെ. ഇനി കുറേ പേര് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട്. വരികയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. നമ്പർ 1 ആണ്. വർക്കൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇതേപോലെ തന്നെ റണ്ണിങ് സെയിം ആയിട്ട് തന്നെയാണ്. സ്ലീവ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കണ്ടോ നല്ല ഭംഗിയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ ഇത്തിരി വെറൈറ്റി ആയിട്ടൊക്കെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത് ചെറുപ്പക്കാർക്കോ മിഡിൽ ഏജുകാർക്കോ ഏജ് ആയവർക്കോ ആർക്ക് വേണമെങ്കിലും നല്ല ഭംഗിയിൽ സ്റ്റൈൽ ചെയ്യാവുന്ന സംഭവമാണ്. നമ്മൾ വെയർ ചെയ്യണതിൻ്റെയും അതിനനുസരിച്ച് ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യണതിനും അനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ ഭംഗി. നല്ല ഭംഗിയാണ് കണ്ടോ. ഇത് നമ്മൾ കട്ട് വർക്കൊക്കെ ചെയ്യണ അതേ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഈ വർക്ക് ഉള്ളിടത്തോളം വരെ ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കട്ട് കാണും കേട്ടോ. ഇതേപോലെ സാരി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കണ്ടോ. ഇതിൻ്റെ ഒരു 3 സൈഡിലും ഈ ഒരു ബോർഡറാണ് വരുന്നത്. 1 ലെയറിലിടുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ. ഈ വർക്ക് വരുന്നതുകൊണ്ട് ഒരുപാട് സീത്രൂ ഒന്നുമല്ല. റേറ്റ് വരുന്നത് 2895 ആണ് കേട്ടോ. 2895 ആണ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. ഇനി ഇതിൽ ആ ബോഡി പോർഷൻ സെയിം, ഇതിൻ്റെ ആ ഒരു എംബ്രോയിഡറിയിൽ വരുന്ന കളർ ചേഞ്ചസ് ആണ് വരുന്നത്. ഒരു 3-4 കളറും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അടുത്തത് നമ്പർ 2 ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഫാൻസി സാരി എന്ന് തന്നെ പറയാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് വരുന്നത്. നമ്പർ 2 ആണ്. കണ്ടോ, ഒരു ഓഫ് വൈറ്റ് ആ ഒരു സോഫ്റ്റ് കോട്ടയിൽ ഫുൽക്കാരി വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇതേപോലെ ബോഡി ഫുൾ ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. ബോർഡേഴ്സ് ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറിയാണ്. ഇതൊരു എന്താ പറയുക, ഒരു ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ട് ഉള്ള ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. സെയിം തന്നെയാണ് ബ്ലൗസ്. ഇനിയിപ്പോൾ നേരത്തെ കണ്ട അതേ പാറ്റേൺ ആണ്. ഞാനിത് ഫുൾ ഓപ്പൺ ചെയ്യണില്ല. ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ വെക്കാൻ ഈ ഒരു സെയിം സംഭവം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 2895 ആണ്. 2895 ആണ് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയാണ്. ഇത് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ അത് മുഖത്തേക്ക് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് ആണ് തരിക. അതിൽ ഈ ഒരു എംബ്രോയിഡറി പാറ്റേണും കൂടെ വരുമ്പോൾ ഭയങ്കര ഒരു ക്ലാസ് എലഗൻ ലുക്കാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് സെയിം ആണ്. ഇതേപോലെ തന്നെ സ്ലീവ്സിൽ വയ്ക്കാൻ വരും. റേറ്റ് വരുന്നത് 2895, 2895 ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 3 ആണ്. ഇതേപോലെയാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഫുൽക്കാരി വർക്കിന് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അത് ഓരോ സാരിയിലും പലതരത്തിലായിരിക്കും ആ ഒരു ഫുൽക്കാരി വർക്ക് വരിക. നമ്പർ 3 ആണ്. ഒരു ലാവൻഡർ കളറാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ വരുന്നത്. നല്ലൊരു
പേസ്റ്റൽ ഷെയ്ഡാണ്. നമ്പർ 3 ആണ്. ഇങ്ങനെയാണ് വരിക കേട്ടോ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. എന്താ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നമ്പർ 3 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കുക. ഇതിൻ്റെ ഫുൾക്കാരി വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഉടുത്ത് വരുമ്പോൾ ഗ്രാൻഡ് ലുക്കായിരിക്കും കേട്ടോ. എല്ലാവർക്കും നല്ല രസമായിരിക്കും. ഇത്തിരി ഒരു യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഒരു സ്ലീവ്ലെസ് ബ്ലൗസോ അല്ലെങ്കിൽ ഒരു നെറ്റ് സ്ലീവൊക്കെ ആയിട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഏജ് ഉള്ളവർക്കാണെങ്കിലും മിഡിൽ ഏജുകാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും സൂപ്പർബായിട്ടുള്ള ഒരു സാരിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. റേറ്റ് വരുന്നത് 2895. ബ്ലൗസ് സെയിം ആണ്. ഇതേപോലെ തന്നെ സ്ലീവ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇനി അടുത്ത കളർ. അടുത്തത് നമ്പർ 4 ആണ്. നല്ലൊരു പീച്ച് ഓറഞ്ച് ആ ഒരു ഷെയ്ഡിൽ വരുന്ന സാരിയാണ് കേട്ടോ. മീൻസ് ആ ഒരു എംബ്രോയിഡറി വരുന്നത് അത് ഈ ഒരു ഓഫ് വൈറ്റ് തെച്ചി, കോട്ട തെച്ചി സാരി എന്നും പറയും ഇതിനെ. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പല്ലു ഇതേപോലെ, ബ്ലൗസ് ഇതേപോലെ തന്നെ സെയിം ഒരു ബ്ലൗസ് പാറ്റേൺ ആണ്. ഇതിൻ്റെ സ്ലീവ്സിലൊക്കെ ലൈനിങ് ഇല്ലാണ്ട് കൊടുത്താലും നല്ലതായിരിക്കും. അങ്ങനെ തോന്നുന്നു കേട്ടോ. എൻ്റെ സജഷൻ പറഞ്ഞതാ. സ്ലീവ്സിൽ ഇതേപോലെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 2895. കണ്ടോ, നല്ല സാരി ലവേഴ്സിൻ്റെ അവരുടെ ഒരു കളക്ഷനിലേക്ക് കൂട്ടാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു 4 കളറിലാണ് കേട്ടോ ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇനി വൈറ്റിൽ കോട്ടയിൽ തന്നെ വരുന്ന ഇത്തിരി വേറൊരു പ്രൈസ് റേഞ്ചിൽ വേറൊരു സാരിയാണ് വരുന്നത്. അതിൻ്റെ പല എംബ്രോയിഡറിയിലുള്ള കളർ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതും കാണാം കേട്ടോ. നെക്സ്റ്റ് സാരി ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 5 ആണ് കേട്ടോ. ഇത് ഒരു സിൽക്കി കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത്. വൈറ്റിൽ ഇതാ ഇതേപോലെ ഒരു വഴുതനപ്പൂ കളർ എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. ഒരു ലാവൻഡർ പർപ്പിൾ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ആ ഒരു എംബ്രോയിഡറി സൂപ്പറായിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ കോട്ട ചെക്ക് സാരിയാണ്. കണ്ടോ, നമ്പർ 5 ആണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല എംബ്രോയിഡറിയും 2 ബോർഡേഴ്സിലും വന്നിട്ടുണ്ട്. ബോഡി ഫുൾ ഇതേപോലത്തെ ആ ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്കത് വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി അറിയുന്നുണ്ടെന്ന് അറിയില്ല. കണ്ടോ, ഫുൾ കോട്ട ചെക്കിൽ വരുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത്, ബ്ലൗസ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തപ്പോഴാണ് കണ്ടത്. ഇങ്ങനെ ഒരു പ്ലെയിൻ മെറ്റീരിയലിലാണ് ബ്ലൗസ് വന്നിട്ടുള്ളത്. ഒരു പ്ലെയിൻ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണേക്കാളും ഇതിലത്തെ ഈ ഒരു കളറ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബ്ലൗസ് പീസ് എനിക്കും അത്ര സൂട്ടാവുന്നതായിട്ട് എനിക്ക് തോന്നണില്ല. ഞാനിത് ഓപ്പൺ ചെയ്തപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 2075 ആണ് സാരിയുടെ. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ പ്രൈസ് നമ്മൾ കുറച്ചിട്ട് 1850 ഒക്കെയാണ് കേട്ടോ ഈ സാരി നമ്മൾ കൊടുക്കുന്നത്. ഒരു ഡിസ്കൗണ്ട് പ്രൈസിലും കൂടിയിട്ടാണ്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു എംബ്രോയിഡറിയുടെ കളറിൽ ബ്ലൗസ് തയ്ക്കുകയായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വൈറ്റ് ബ്ലൗസ് വേറെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം. ഹക്കോബയുടെ കൂടെയോ അല്ലെങ്കിൽ ഏത് ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഇത് ബ്ലൗസ് തയ്ക്കണവർക്ക് തയ്ക്കാം. കണ്ടോ, ഇത് കോട്ടയിലല്ല വരുന്നത്, ഒരു പ്രത്യേക ഫാബ്രിക്കിലാണ് വരുന്നത്. പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 1850 ഒക്കെയാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി വരുന്നത് കേട്ടോ. ശരിക്കുള്ള പ്രൈസ് ഇതുമ്പോൾ എഴുതിയിട്ടുണ്ട് 2075. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇനി എംബ്രോയിഡറിയുടെ ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത്, അത് കാണാം. അടുത്തത് നമ്പർ 6 ആണ്. വൈറ്റിൽ തന്നെയാണ് വരുന്നത്. ആ ഒരു കോട്ട ചെക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. നേരത്തെ കണ്ട ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. ഇനി ഞാനത് ഫുൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നേരത്തെ കണ്ട അതേപോലെ തന്നെ കേട്ടോ. കണ്ടോ, പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ക്രിസ്മസിനായിട്ടോ അല്ലാതെയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. കണ്ടോ, നല്ല ഭംഗിയാണ്. വൈറ്റ് സാരിക്ക് ഒരുപാട് ഡിമാൻഡാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോഴും ഒരുപാട് പേര് ചോദിച്ചിരുന്നതാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങോട്ട് ബോഡിയിലോട്ട് വരുമ്പോൾ ഇതാ ഇതേപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. ബ്ലൗസ് നേരത്തെ കണ്ട അതേ ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ബ്ലൗസിൻ്റെ പ്രൈസ് നമ്മൾ ഇതിൽ എടുത്തിട്ടില്ല. ഒറിജിനൽ പ്രൈസ് 2075 ആണ്, 2075 ആണ്. പക്ഷേ 1850 നമ്മൾ തരുന്നത് 1850. ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ കേട്ടോ. നമ്പർ 7 വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ആ ഒരു വൈറ്റിൽ ഇതാ കണ്ടോ, ഒരു ലാവൻഡർ കളറാണ് കേട്ടോ. ഇതൊക്കെ നേരിട്ട് കാണാനാണ് ഇത്തിരിയും കൂടെ ഭംഗിയുള്ളത് കേട്ടോ.
നല്ല ഭംഗിയാണ്. ഇങ്ങനെയാണ് വരിക കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലഗൻ ലുക്കാണ് കേട്ടോ. സാരി ഉടുക്കാനും ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കണ്ടോ, കോട്ട ചെക്ക് ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് വരുന്നത്. അത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ ഈ എംബ്രോയിഡറിയുടെ കളറിലുള്ള ബ്ലൗസ് പെയർ ചെയ്യുകയാണെങ്കിൽ സൂപ്പർബായിരിക്കും. അതിനനുസരിച്ച് ഓർണമെൻറ്റ്സ് കൂടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ബാക്കി നേരത്തെ കാണിച്ച ആ ഒരു സെയിം പാറ്റേണിലാണ്. ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് 1850. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 8 ആണ്. ഇതാ കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിയുള്ള സാരി. നല്ല ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ്. ആ വൈറ്റിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ വരുമ്പോൾ സൂപ്പർബായിട്ടുണ്ട്. കണ്ടോ, എടുത്ത് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ. 1 ലെയറിലിട്ടാലും ഞൊറിഞ്ഞെടുത്താലും നല്ല ഭംഗിയിൽ പ്ലീറ്റ്സൊക്കെ എടുത്തിട്ടാലും സൂപ്പറായിരിക്കും. ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഞൊറിഞ്ഞെടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. ബാക്കിയൊക്കെ സെയിമാണ്. ബ്ലൗസ് നേരത്തെ കണ്ട പോലെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2075 ഒറിജിനൽ പ്രൈസ്. 1850 നമ്മളിതിന് ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്നത്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. നമ്മുടെ വൈറ്റ് സാരീസിനും ഓഫ് വൈറ്റ് സാരീസിനൊക്കെ അത്രയും ഡിമാൻഡാണ് ഇപ്പോൾ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ. അടുത്തത് നമ്പർ 9 ആണ്. കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി, നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ്. ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. പല്ലുവിൽ ഇതേപോലെ ടാസിലൊക്കെ എല്ലാത്തിനും വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് ആണ് ഉള്ളത്. നല്ല ഭംഗിയാണ്. ബോഡിയിൽ ആ ഫുൾ ഒരു എംബ്രോയിഡറിയും പിന്നെ ആ ബോർഡേഴ്സും കാണാൻ നല്ല സൂപ്പർബാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എല്ലാ സാരിയുടെയും ഇങ്ങനെയാണ് ടാസിലൊക്കെ വന്നിട്ട്. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. നമ്പർ 9 ആണ്. റേറ്റ് വരുന്നത് ഓഫർ പ്രൈസിലാണ് 1850 ആണ് കേട്ടോ. ഇനി അടുത്ത സാരി കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. എടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 10 ആണ്. കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ എംബ്രോയിഡറി വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതൊക്കെ ഉടുത്ത് വരുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ഭംഗി അറിയുക. കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിയുള്ള സാരി. എംബ്രോയിഡറി നല്ലൊരു എലഗൻ ക്ലാസ് ലുക്കുള്ള എംബ്രോയിഡറിയാണ്. കണ്ടോ, ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഏകദേശം എൻ്റെ ബ്ലൗസ് ഇതിൻ്റെ ഒരു എംബ്രോയിഡറി ആയിട്ട് ചെറിയൊരു മാച്ച് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ബ്ലൗസുമായിട്ടൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ വൈറ്റ് ബ്ലൗസ് എല്ലാവരുടെ കയ്യിലും നല്ല ഫാബ്രിക്കിലൊക്കെ കാണും അല്ലേ. അപ്പോൾ അതിട്ടിട്ട് മാച്ച് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഈ ബ്ലൗസ് തയ്ക്കേണ്ടവർക്ക് തയ്ക്കുകയും ചെയ്യാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക് വരുന്നത്. ഓഫർ പ്രൈസിലാണ് 1850. ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് പല്ലു പോർഷൻ. ബോഡിയിൽ ഇങ്ങനെ വരും. പിന്നെ അങ്ങോട്ട് ചെല്ലും തോറും ബോഡിയിൽ താഴെ ഭാഗത്തായിട്ടാണ്. അത് പിന്നെ എല്ലാത്തിനും അങ്ങനെയാണല്ലോ വരിക. നല്ല സൂപ്പർബായിട്ടുള്ള സാരി. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, കോട്ട ചെക്ക് മെറ്റീരിയലാണ്. അടുത്തത് നമ്പർ 11 ആണ്. അതും വൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രിസ്മസിൻ്റെയൊക്കെ ഒരു സമയമായതുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റിൻ്റെ കൂടുതൽ കാണിക്കുന്നത്. കാരണം നമുക്ക് അത്ര എൻക്വയറി വൈറ്റ് സാരീസ് ചോദിച്ച് വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് സാരി. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് ലാവൻഡറും. കണ്ടോ, ഇങ്ങനെയാണ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് എംബ്രോയിഡറി വന്നിട്ടുള്ളത്. ഫുൾ ഇങ്ങനെയാണ്. പല്ലു പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് നമുക്കൊരു ഡൗട്ട് തോന്നാം. അതുകൊണ്ട് നിങ്ങൾ നമ്പർ കൂട്ടി തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പം നമുക്ക് ഡൗട്ടിൻ്റെ ആവശ്യമില്ല. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 11 ആണ് കേട്ടോ. ഫുൾ ഇങ്ങനെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതൊരു ലാവൻഡർ സെമി സിൽക്ക് മെറ്റീരിയൽ ബ്ലൗസോ സിൽക്കിൻ്റെ ഒക്കെ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും. അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും. ഒരു ഹൈ നെക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അടുത്തത് നമ്പർ 12 ആണ്. ഇതേപോലെ കേട്ടോ. ആ വൈറ്റിൽ നല്ല ഭംഗിയുള്ള കണ്ടോ. ഇത് കളർ എന്താ പറയുക, ഒരു കാഷിഷ് കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറ്, ഒരു ഗ്രേ അങ്ങനെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള കളർ കേട്ടോ. നല്ലൊരു കളറാണ്. നമുക്ക് എപ്പോഴും കിട്ടാത്ത ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. കണ്ടോ, ഇത് 1 ലെയറിലിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. വൈറ്റാണ്. മാത്രമല്ല ഇതിൻ്റെ ഫോൾഡിങ് മൊത്തം പോവും. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. 1 ലെയറിൽ കോട്ട ചെക്കാണ്. അത് സിൽക്കി കോട്ട ചെക്ക് സാരിയാണ്. ഇങ്ങനെയാണ്. ഉടുക്കാനും നല്ല കംഫർട്ടബിളാണ്. ഒതുങ്ങി നിൽക്കും കേട്ടോ. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. അപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത് 1850. കണ്ടോ, വേറെ ഒന്നുമല്ല, പുതിയ സ്റ്റോക്ക്, പുതിയ സാരി. പക്ഷെ ബ്ലൗസ് ഞാൻ വിചാരിച്ച പോലെ അല്ല. അതുകൊണ്ട് മാത്രമാണ് ഒരു ഓഫർ പ്രൈസ് കേട്ടോ. ബ്ലൗസിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ ഒരു ഫാബ്രിക് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു വർക്ക് വന്നാലും നല്ലതായിരുന്നു. അപ്പോൾ അതല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ് സെയിൽ ചെയ്യാൻ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും ഉദ്ദേശിക്കാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. നമ്പർ 12.
അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസാണ് 1850. അടുത്തത് നമ്പർ 13 കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സാ, കുഞ്ഞ് കുഞ്ഞ് ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്പർ കൂട്ടി തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം. കണ്ടോ, നല്ല ഭംഗിയാണ്. ഇത് നേരിട്ട് കാണാനാണ് ഇത്തിരി കൂടെ ഭംഗി. വീഡിയോയിൽ ഇതിൻ്റെ ഭംഗി എനിക്ക് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് മനസ്സിലാവില്ല. ഫുള്ള് ബോഡിയിൽ ആ ഒരു വർക്കും കൂടെ വരുമ്പോൾ നല്ലൊരു ക്ലാസ് ലുക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ടാസിലൊക്കെ വരുന്നുണ്ട്. ഗിഫ്റ്റ് ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിയൊക്കെ സെയിം 1850. അടുത്തത് നമ്പർ 14 ആണ് കേട്ടോ. ഇതാ കണ്ടോ, നമ്പർ 14 ആണ്. ഇത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്, ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ കോട്ട ചെക്സിൽ വരുന്ന സാരി തന്നെയാണ്. ഇതേപോലെ ഒരു ക്രിസ്മസ് കളക്ഷനൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതേപോലത്തെയാണ് നമുക്ക് കൂടുതൽ വരിക. കാരണം ഇതേപോലെ തന്നെ ഒരുപാട് ഡിമാൻഡാണ്. നല്ല എംബ്രോയിഡറിയും ഇതേപോലെ സ്കാലപ്പും ഇതൊക്കെ വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇതൊക്കെ ഉടുത്ത് വരുമ്പോൾ ഗ്രാൻഡ് ലുക്കായിരിക്കും, ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും കേട്ടോ. ഇത് ഫങ്ഷൻ വെയർ ആയിട്ടും ചർച്ച് വെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഇതേപോലെ ലൈറ്റ് ആൻഡ് കംഫർട്ടബിളാണ് ഉടുക്കാൻ. ഇങ്ങനെയാണ് വൺ ലെയറിൽ ഇടുമ്പോൾ വരിക. കോട്ട ചെക്സ് ആണ് കേട്ടോ. 1640 വരിക കേട്ടോ. ഇങ്ങനത്തെ സ്കാലപ്പൊക്കെ ചെയ്ത് വരുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അത് അറിയാത്തവർ ഡാമേജാണെന്ന് വിചാരിക്കുക. ആ ഡാമേജ് അല്ല, അത് അങ്ങനെ തന്നെയാണ് വരിക. വിത്ത് ടാസിലായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരി കണ്ടോ, ഇതേപോലെ കേട്ടോ. ബോഡി പോർഷനിലോട്ട് വരുന്നതോടും ഈ താഴെ ഭാഗത്തായിട്ട് വരിക. അതിൻ്റെ ബോർഡേഴ്സൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നേരിട്ട് കാണുമ്പോൾ ഒത്തിരിയും കൂടെ സൂപ്പറാണ്. ഇതിൻ്റെ ബ്ലൗസും ഇതേപോലെ ഒരു പ്ലെയിൻ സോഫ്റ്റ് ഒരു ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ വർക്കൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്തെടുക്കാം. അങ്ങനെയാണ്. ഇതേപോലത്തെ സാരിക്കൊക്കെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇതേപോലെ കേട്ടോ. സ്ലീവ്സിലൊന്നുമില്ല, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ്. റേറ്റ് വരുന്നത് 1640. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെ വെയർ ചെയ്യാനും നല്ലതായിരിക്കും. അല്ലെങ്കിൽ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ സൂപ്പറായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇനി ഇതിൻ്റെ കളേഴ്സ് വേഗം കണ്ടുപോവാം. അടുത്തത് നമ്പർ 15 ആണ്. ലൈറ്റ് ബ്ലൂ, ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതും ഇതേപോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് ഫോൾഡിങ് കളയണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതും വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി ഒരു കളർ ഡിഫറൻസ് ഉണ്ടാവും. ഈ ബ്ലൂ ഒക്കെ വരുമ്പോൾ വീഡിയോയിൽ ഇത്തിരി ഒരു കളർ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. നമ്പർ 15 ആണ്. ഇതേപോലെ വരുന്നത് കേട്ടോ. ഫുൾ ബോഡി നല്ല എംബ്രോയിഡറിയും സ്കാലപ്പ് ബോർഡറൊക്കെ വരുന്ന കോട്ട ചെക്സിൽ വരുന്ന സാരിയാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഉടുക്കാൻ വളരെ കംഫർട്ടബിളാണ്. ഗിഫ്റ്റ് ചെയ്യാൻ വളരെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരിക കേട്ടോ. ഞാൻ ഫുള്ള് ഓപ്പൺ ആക്കുന്നില്ല. നമ്പർ 15 ആണ്. നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും അവൈലബിലിറ്റി പറയാൻ. ഇതേപോലെ ടാസിലൊക്കെ വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ഒരു പ്ലെയിൻ ഫാബ്രിക് ആയിട്ട് തന്നെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1640, 1640. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 16 ആണ്. ഇത് ലൈറ്റ് ഒരു ഗ്രീനാണ്. ഒരു വാഴക്കൂമ്പിൻ്റെയൊക്കെ ഏറ്റവും ഒരു ലൈറ്റർ വെർഷൻ ഉണ്ടല്ലോ, ആ ഒരു കളറാണ് കേട്ടോ. നമ്പർ 16 ആണ്. ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, പല്ലു ഇതേപോലെ വിത്ത് ടാസിലാണ്. ബോർഡേഴ്സ് വരുന്നത് ഇങ്ങനെ സ്കാലപ്പും എംബ്രോയിഡറിയൊക്കെ ആയിട്ടുണ്ടോ. പല്ലുവിലൊക്കെ ഇതേപോലെ വരിക. ബോഡി ഫുൾ ഒരു ഡിസൈൻ ഉണ്ട്. ബോഡി പോർഷൻ വരുന്നതോറും നമ്മൾ ഉടുക്കുന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ താഴെ ഭാഗത്തായിട്ടാണ് ഡിസൈൻ വരുന്നത്. ഒരു ഹാഫ് പോർഷൻ തൊട്ട്. നമ്പർ 16 ആണ്. നല്ലൊരു കളറാണ് കേട്ടോ. ഇത് ഉടുത്ത് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും. കണ്ടോ, ഏത് ഏജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. 1640. ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ഫാബ്രിക്കിലാണ് എല്ലാത്തിലും ബ്ലൗസ് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഡാർക്ക് ഗ്രീൻ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്താലും സൂപ്പറായിരിക്കും. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്ത കളറ് നമ്പർ 17 ആണ്. നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. നല്ല കളേഴ്സാണ് എല്ലാതും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നമ്പർ 17 ആണ് കേട്ടോ. തുറക്കണ്ടെന്ന് പറഞ്ഞാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇതാ കണ്ടോ, ഇതേപോലെ സ്കാലപ്പ് ബോർഡർ കോട്ട ചെക്സ് ആണ് ഫാബ്രിക് വരുന്നത്. അതുതന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിലിതാ ഇതേപോലത്തെ എംബ്രോയിഡറിയും സ്കാലപ്പ് ബോർഡറും വിത്ത് ടാസിലാണ് വരുന്നത്. ബ്ലൗസ് എല്ലാത്തിൻ്റെയും ഇതേപോലെ പ്ലെയിൻ ഒരു ഫാബ്രിക്കാണ്. ഇതെല്ലാത്തിൻ്റെ കൂടെ വൈറ്റ്, ഓഫ് വൈറ്റ് ഹക്കോബ ബ്ലൗസും ഒക്കെ പോവും, മാച്ചായി പോവും. ഡിസൈനർ വെയർ ബ്ലൗസൊക്കെ ഇതിൻ്റെ കൂടെ പോകും കേട്ടോ. നല്ല ഭംഗിയാണ്. റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ എല്ലാവരും ഇപ്പോൾ പെയർ ചെയ്യുന്നുണ്ടല്ലോ. റേറ്റ് വരുന്നത് 1640 കേട്ടോ. അടുത്തത് നമ്പർ 18 ആണ്. ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. സെയിം ആണ് ആ ഒരു ഡിസൈനും
ഒക്കെ സെയിമാണ് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. സ്കാലപ്പ് ബോർഡറും ടാസിലും ഒക്കെ വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്നിന് ഭംഗിയായിട്ടുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. റേറ്റ് വരുന്നത് 1640 1640 ആണ്. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 19 ആണ്. ഇതും ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്നേക്കാൾ ഇത്തിരിയും കൂടെ ഒരു പ്ലസൻറ്റ് ലാവൻഡർ ആണ്. വീഡിയോയിൽ ഇത്തിരിയും കൂടെ ഒന്ന് ഡള്ളായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ഒരു ലാവൻഡർ, നല്ല രസമാണ് അത് കാണാൻ. ബാക്കിയൊക്കെ സെയിം സ്കാലപ്പ് ബോർഡർ, എംബ്രോയിഡറി, ടാസിൽ വരുന്നുണ്ട്. ബ്ലൗസ് പ്ലെയിൻ ഒരു ഫാബ്രിക്കിലാണ് വരുന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഉടുത്ത് വരുമ്പോൾ ഗ്രാൻഡ് ലുക്കായിരിക്കും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. പിന്നെ ഇതൊക്കെ റീസ്റ്റോക്കൊക്കെ വരുമ്പോൾ ലേറ്റ് ആവും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 20 ആണ്. ഒരു ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഈ ബ്ലൂവിന് വീഡിയോയിൽ കാണുമ്പോൾ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഇതേപോലെ ടാസിലൊക്കെ വരുന്നുണ്ട്. ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1640 ആണ്. ഇതൊരു ലൈറ്റ്, നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ വാഴക്കൊമ്പിൻ്റെ ഏറ്റവും ലൈറ്റർ ഒരു കളറ്. ഇതിൽ സെയിം കളറ് കണ്ടേക്കാം. അപ്പോൾ അതിൻ്റെ ഡിസൈനിൽ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ഡിഫറൻസ് കാണും കേട്ടോ. അപ്പോൾ നമ്പർ കൂട്ടിയിട്ട് വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. കണ്ടോ, പല്ലു ഇങ്ങനെ വരിക വിത്ത് ടാസിലൊക്കെ ആയിട്ട് ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് ആ കോട്ട ചെക്ക് ഫാബ്രിക്കിൽ വരുമ്പോൾ ഗ്രാൻഡ് ലുക്കാണ്. നല്ല ഭംഗിയാണ്. ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. കൂടെ ഫാൻസി ഓർണമെൻറ്റ്സോ പേളിൻ്റെ ഓർണമെൻറ്റ്സോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതേപോലെ സ്കാലപ്പ് ബോർഡറും വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്കും ടാസിലൊക്കെ വരുന്നുണ്ട്. ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ബോഡി പോർഷൻ വരുമ്പോൾ ഒരു ഹാഫ് പോർഷൻ തൊട്ടാണ് ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. കണ്ടോ, നേരിട്ട് കാണുമ്പോൾ ഇത്രയും കൂടെ ഭംഗിയാണ്. റേറ്റ് 1640. ഇനി അടുത്ത കളർ കാണാം. അടുത്ത നമ്പർ 22. അപ്പോൾ പീച്ചിൻ്റെ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഡിസൈൻ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറിയിലെ ഡിഫറെൻ്റ് ആയിരിക്കും. കണ്ടോ, നല്ല നീറ്റായിട്ടുള്ള എംബ്രോയിഡറി. ഇതേപോലെ സ്കാലപ്പ് ബോർഡറൊക്കെ ആയിട്ട് സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സാരി. നമുക്ക് ചർച്ച് വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ ഫങ്ഷൻ വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇങ്ങനെ വരും. ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ്. ഇനി അടുത്ത സാരി. അടുത്തത് സാരി നമ്പർ 23 ആണ്. ലാസ്റ്റാണ്. ഇതും ഷെയ്ഡ് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എംബ്രോയിഡറിയിലുള്ള ഒരു ഡിഫറൻസാണ്. കണ്ടോ, ഉടുത്ത് കാണിക്കുമ്പോഴാണ് കറക്റ്റ് ഭംഗി അറിയുക. ഫുള്ള് ഇത് ഓപ്പൺ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. കണ്ടോ, ഇത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും വിത്ത് ടാസിലൊക്കെ ആയിട്ടാണ്. ബ്ലൗസ് പ്ലെയിൻ ഈ ഒരു ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ. ഒരു സോഫ്റ്റ് ഫാബ്രിക് തന്നെയാണ്. റേറ്റ് വരുന്നത് 1640 ആണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കളക്ഷൻ, ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് വീഡിയോ ഫുള്ളായി കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണണവും നേരിട്ട് കാണണവും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നോ അതിൻ്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.